ഉണ്ണിയമ്മേ കുമ്പടി വന്നു. മാധ്യമങ്ങളോട് പോറ്റി പറഞ്ഞ ഒരേ ഒരു വാചകം നമ്മൾ കേട്ടു, എന്നെ കുടുക്കിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ആരൊക്കെയാണത്? ആരിലേക്കൊക്കെ അന്വേഷണ സംഘം എത്തും? ആരൊക്കെ നിയമവഴിയിൽ നടപടിക്ക് വിധേയരാകും? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. CPM ശ്രീ കെ അനിൽകുമാർ. ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല വനമാല. എന്തായാലും ബഹുമാനപ്പെട്ട അയ്യപ്പദാസിന്റെ ഇൻട്രോയിലെ വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു. പോറ്റി പറഞ്ഞു തുടങ്ങി ആരൊക്കെ പെട്ടു. പോറ്റി പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് ആദ്യം പെട്ടത് പോറ്റിയാണ്. ഒരു മാറ്റവും ഇല്ലല്ലോ. ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ജോലിക്കാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ആഫീസിൽ ജോലിയിലുണ്ടോ? ഞങ്ങൾക്ക് നല്ല വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബോംബ് പൊട്ടുവെന്ന് സതീശൻ പറഞ്ഞപ്പോൾ ശബരിമല വെച്ചാണ് കോൺഗ്രസ് കളിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായില്ല. സത്യമാണ്. ഒരു ബോംബ് പൊട്ടാൻ പോവാണ്, CPM കരുതിയിരുന്നു പറഞ്ഞ് വന്നപ്പോൾ ഈ പോറ്റിയെ വെച്ചാണ് കളിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഒരൊറ്റ കാര്യം ഞാൻ താങ്കൾ ഇതിൽ മാത്രം ഒന്ന് ക്രോസ് ചെയ്യാണ്. ഇതെങ്ങനെയാണ് ഈ വി.ഡി. സതീശന്റെ ആളാണ് പോറ്റി എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ ലഭ്യമായ തെളിവെന്താ? എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ? പോറ്റി പറഞ്ഞത് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാം. പോറ്റി വിശുദ്ധനായ പോറ്റിയാണ്. തനി തങ്കമാണ് പോറ്റിയുടെ നാക്ക്. അദ്ദേഹം പറയുന്നത് അതുപോലെ വിശുദ്ധമായിട്ടെടുക്കാം. കേരളത്തിലെ ദേവസ്വം ബോർഡിനെതിരായി, LDF സർക്കാരിന്റെ കാലത്തെ ബോർഡിനെതിരായി, ഈ സർക്കാരിനെതിരായി പോറ്റിയുടെ വാക്കുകൾ ഉപയോഗിച്ച് സർക്കാരിനെ ആക്രമിക്കുകയാണ് സതീശൻ ചെയ്തത്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അത് വെറുതെ സതീശൻ ഇറങ്ങിത്തിരിച്ചതല്ല, അത് കൃത്യമായിട്ടും സതീശന്റെ ബോംബ് പൊട്ടിക്കലായിരുന്നു എന്ന വിവരം ഞങ്ങൾക്കുണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. ഇത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ട് പോറ്റിയെ വിശുദ്ധനാക്കുകയാണ് ചെയ്തത്. എന്നിട്ടോ കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. അപ്പൊ കേരളത്തിലെ ദേവസ്വം ബോർഡിനെതിരായി, ഏതൊരു ദേവസ്വം ബോർഡാണോ പോറ്റിക്ക് കൂട്ടുന്നതായി കോൺഗ്രസ് പറയുന്നത്, BJP പറയുന്നത്, ആ ദേവസ്വം ബോർഡിനെതിരായി പോറ്റി പറഞ്ഞതെല്ലാം വേദവാക്യമാക്കി സർക്കാരിനും ദേവസ്വം ബോർഡിനെതിരായി ഇറങ്ങിത്തിരിക്കുകയായി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടതൊക്കെ ഏത് സർക്കാരിന്റെ കാലത്തെ ശബരിമലയിലാണ് ശ്രീ അനിൽകുമാർ? UDF ആണോ ഭരിക്കുന്നത്? ദേവസ്വം മന്ത്രി UDF ആണോ? ദേവസ്വം ബോർഡ് UDF-ന്റേതാണോ? അതെ അതെ അതെ. നമ്മുടെ നാട്ടിൽ ഏതൊരു കാര്യം നടന്നാലും കല്ലിട്ടത് ഉമ്മൻചാണ്ടി എന്ന് പറയുമല്ലോ. ശബരിമലയിൽ അവിടെ സ്പോൺസറായിട്ട് പോറ്റി കയറി പറ്റിയത് രേഖകളിലുള്ളതല്ലേ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട പ്രയാർ ഗോപാലകൃഷ്ണൻ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിനോടൊപ്പം പോറ്റി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിനൊന്നും ഇല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ അവതരിപ്പിച്ച അവതാരമല്ല. അതിന്റെ കല്ലിടലിന്റെ അവകാശവാദത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് മാറി നിൽക്കേണ്ട കാര്യമില്ല. പോറ്റി 2014 മുതൽ വിവിധ കാര്യങ്ങളുടെ സ്പോൺസറായിട്ട് അവിടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ കൂടിയ പോറ്റി 2014 മുതൽ അവിടെ ഉണ്ടായിരുന്ന പോറ്റി പല കാര്യങ്ങളും സ്പോൺസർ ചെയ്തു. അവിടെ ഏതാണ്ട് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ അയാൾ സ്പോൺസർ ചെയ്തു. അതൊക്കെ LDF കാലത്തല്ല, UDF കാലത്താണ്. അങ്ങനെ ശബരിമലയിലെ ഭക്തനെന്ന ഒരു വിശ്വാസം അവിടെ നേടിയെടുത്തു. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയൂ. അയാൾ ശാന്തിക്കാരനായിട്ട് അവിടെ വരുന്നതൊന്നും LDF കാലത്തല്ല. അങ്ങനെ വന്ന് നേടിയെടുത്ത ഒരാൾ, വിശ്വാസം നേടിയെടുത്ത ഒരാൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായി കൂട്ടുകൂടി. കൂട്ടുകൂടി നിയമവിരുദ്ധമായി, തെറ്റായി, നമ്മുടെ നാട്ടിൽ നാം ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ക്രിമിനൽ ബുദ്ധി പ്രയോഗിച്ചു. തനി ക്രിമിനൽ ബുദ്ധിയാണ്. എന്താണ് ആ ബുദ്ധിയുടെ അടിസ്ഥാനം? അതിപ്പോ മനസ്സിലായിട്ടുണ്ട്. അതായത് സ്വർണം ക്ലാഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വർണം അത് ഓരോന്നോരോന്നായി കടലാസിന്റെ കനത്തിൽ പതിക്കുക എന്നാണ് ക്ലാഡിങ്ങിന്റെ അർത്ഥം. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? സ്വർണം പൂശുക എന്ന് പറഞ്ഞാൽ അത് ഒരു യന്ത്ര സംവിധാനത്തിൽ ലായനിയിൽ പൂശിയെടുക്കുക. അപ്പോൾ ക്ലാഡ് ചെയ്യുമ്പോൾ ആവശ്യമായ സ്വർണത്തിന്റെ വളരെ കുറച്ചു മതി പൂശാൻ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഈ വ്യത്യാസം ഉപയോഗിച്ച് എങ്ങനെയാണ് വിജയമല്യയുടെ കാലത്ത് അവിടെ അതിൽ പതിച്ചിരുന്ന സ്വർണം തട്ടിയെടുക്കുക എന്നതാണ് പോറ്റി ആലോചിച്ചത്. പോറ്റിയുടെ ക്രിമിനൽ ബുദ്ധിക്ക് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നിട്ടുണ്ട്. അതിന്റെ ഇതേ പോറ്റിയെ കുറിച്ചല്ലേ അദ്ദേഹം അവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ എ പത്മകുമാർ, CPM-ന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ പറഞ്ഞത്?
ഇതേ വ്യക്തിയല്ലേ പറഞ്ഞത് അവിടെ വിജയ് മല്യ എന്തെങ്കിലും പൂച്ചയായിട്ടൊന്നും വലിയ അറിവില്ല, പൂച്ചയെന്ന് പറയപ്പെടുന്നു, ഞാൻ നോക്കുമ്പോൾ അത് മുഴുവൻ കറുത്തിരിക്കുകയാണെന്ന് പറഞ്ഞത് ഇതേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലേ, LDF-ന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പോ ഈ ഉമ്മൻചാണ്ടി കാലത്ത് നുഴഞ്ഞു കയറിയ ഒരാൾ അതെ. LDF-ന്റെ കാലത്ത് LDF നിയോഗിച്ച രാഷ്ട്രീയ തീരുമാനമായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ പൊളിറ്റിക്കൽ നിയമനമല്ലേ, രാഷ്ട്രീയക്കാരല്ലേ, അവരെയൊക്കെ സ്വാധീനിച്ച് നടപ്പാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ ആ ബോർഡ്, ഇത് താങ്കൾക്ക് പറയാൻ സത്യം പറഞ്ഞാൽ ലജ്ജയില്ലേ? ഞങ്ങൾ ലജ്ജിക്കേണ്ട ഒരു കാര്യവും കേരളത്തിലില്ല. ഇല്ലെന്ന് മാത്രമല്ല, നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങൾക്കെതിരെ എല്ലാ വ്യാജങ്ങളും ഉണ്ടായിട്ടും ഞങ്ങൾ ലജ്ജിക്കുകയല്ല ചെയ്തത്, തല ഉയർത്തിപ്പിടിക്കുക ചെയ്തത്. ഭയങ്കരം തന്നെ. 2025 ഈ ബോർഡിന് എന്താ തെറ്റുപറ്റിയത്? പോറ്റി എന്ന് പറഞ്ഞ ഈ കള്ളൻ്റെയിൽ കൊടുത്തുവിട്ട ബോർഡ് ഇല്ല. ഇത്തവണ എന്ത് സംഭവിച്ചു? ഇത്തവണ സംഭവിച്ചത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി വിജിലൻസ് ഉൾപ്പെടെ അത് അഴിച്ചെടുത്ത് തൂക്കം നോക്കി അളവെടുത്ത് കൃത്യമായി ഉദ്യോഗസ്ഥന്മാരുടെ കാവലിൽ കൊണ്ടുപോയി അത് പൂശി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കം വർദ്ധിച്ചു. അതിനപ്പുറം ഒരു പോറ്റിക്കും ഇത്തവണത്തെ കാര്യത്തിൽ ഇടപെടലില്ല. കേൾക്കാൻ നല്ല രസമുണ്ട്. ചോദ്യമുണ്ട് ശ്രീ നിലവിലെ ബോർഡ് അത് ചെയ്തു, ശരിയാണ്, കൊടുത്തുവിട്ടില്ല. അപ്പൊ മുമ്പത്തെ ബോർഡ് അഴിഞ്ഞാട്ടത്തിന് അവസരം കൊടുത്തുകൂടെയാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഞാൻ 2025 ഇന്നത്തെ ദേവസ്വം മന്ത്രിയും ഇന്നത്തെ ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണം എന്ന് പറയുന്നതിൽ എന്ത്? അവിടെ സ്ഥാപിക്കപ്പെട്ട ദേവന് മുന്നിൽ സ്ഥാപിക്കപ്പെട്ട ശില്പങ്ങളിൽ സ്വർണത്തിന്റെ അളവ് വർദ്ധിച്ചതുകൊണ്ട് രാജിവെക്കണം. ആ വാദം എനിക്ക് മനസ്സിലായില്ല. ഇത്തവണ എന്തായാലും വർദ്ധിച്ചുകൊണ്ട് രാജിവെക്കണം. ഇത്തവണ കുഴപ്പമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് രാജിവെക്കണം. അത് ശബരിമലയ്ക്ക് നല്ലത് വരാനല്ലല്ലോ. അപ്പൊ ഇത്തവണത്തെ ബോർഡും ഈ ഗവൺമെന്റും അത് ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആണോ? ഭയങ്കര. നിങ്ങൾ ശരിയായി പറഞ്ഞതുപോലെ പോറ്റിയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ടാവാം ഒരു തരത്തിലും തെറ്റ് വരാതെ വീഴ്ച വരാതെ കൈകാര്യം ചെയ്യാൻ ബോർഡ് പ്രത്യേകം പരാജയപ്പെട്ടതുകൂടിയാണ്. പറഞ്ഞിട്ടില്ല. അല്ലല്ല, അതിന് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇത്തവണ ദേവസ്വം ബോർഡ് നിർവഹിച്ചപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഒരു ഉത്തരവുണ്ട്. 2019 ദേവസ്വം ബോർഡിന്റെ ഉത്തരവുണ്ട്. ഈ ഉത്തരവുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു പോറ്റിക്ക്, ഇപ്പൊ ഈ കള്ളം പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത് കൊടുത്തുവിടാൻ 2019 പത്മകുമാറിന്റെ ബോർഡ് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ബഹുമാനപ്പെട്ട അയ്യപ്പദാസ് പറഞ്ഞ പോലെ ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കണം, ലജ്ജിക്കണം, മാപ്പ് പറയണം, ഞാൻ ബാധ്യസ്ഥനാകും. പക്ഷെ 2019 ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ കാണുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് നിർവഹിക്കേണ്ടത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പോറ്റിക്ക് ഒറ്റയ്ക്ക് കൊടുത്തുവിടാനല്ല ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ആ തീരുമാനത്തെ ദേവസ്വം തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.